ഞാൻ ജോലി ചെയ്യുന്നത് മാഹിയിലെ ഒരു ഫ്രഞ്ച് സ്കൂളാണ്. 1.5 മാസം മുമ്പ് ഇവിടെ പ്രസംഗകല അഭ്യസിക്കാൻ വേണ്ടി വന്നിരുന്നു. 2 തവണ വന്നിരുന്നു. കുറേയൊക്കെ ശരിയായിപ്പോയി. അതിനുശേഷം 1.5 മാസം ഗ്യാപ്പ് വന്നു. അങ്ങനെ 1.5 മാസത്തിന് ശേഷം 3 ദിവസം മുമ്പ് ആരംഭിച്ച 86 വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമായി. വാട്സപ്പിലൂടെയും അതുപോലെ തന്നെ ഓഫ്ലൈൻ പരിശീലനവും 1 മാസത്തെ സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ആദ്യത്തെ ഓഫ്ലൈൻ ക്ലാസ്സിന് ഞാൻ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ്. പ്രസംഗകലയോട് വലിയ കമ്പമാണ്. സ്റ്റേജ് ഫിയർ ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ സ്റ്റേജ് ഫിയർ മാറ്റുവാനും അനർഘനിർഗ്ഗളമായി സംസാരിക്കുവാനുമൊക്കെ പ്രാപ്തനാവാൻ വേണ്ടിയാണ് കുറേ മൈലുകൾ സഞ്ചരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ആളുകൾ കുറവാണെങ്കിലും കസേരകൾ ആളുകളായിട്ട് പരിഗണിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. 1.5 മാസം മുമ്പ് 2 ദിവസം പരിശീലനത്തിന് വന്നപ്പോൾ കുറച്ച് പേരുണ്ടായിരുന്നു. അവർ സംസാര രീതികൾ, ശൈലികൾ, ബോഡി ലാംഗ്വേജ് ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി കുറേ കാര്യങ്ങളിലൊക്കെ ഞാൻ മാറ്റം വരുത്തി തുടങ്ങുകയാണ്. അതുപോലെ തന്നെ പ്രസംഗം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. പ്രസംഗം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. 4 ആളുകളുടെ മുമ്പിൽ എണീറ്റ് നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് 100-ൽ ഒരു 5% ആളുകൾക്ക് മാത്രം സ്വായത്തമാക്കാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഈ കല നിരന്തരം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് അഭ്യസിക്കുവാനും അതുവഴി പൊതുവേദികളിൽ ചമ്മലില്ലാതെ വാക്കുകൾ ഇടറാതെ സംസാരിക്കുവാനുള്ള കഴിവ് ആർജിച്ചെടുക്കാൻ വേണ്ടിയും കൂടിയാണ് ബ്രൈറ്റ് അക്കാഡമിയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം കൃത്യമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഞാൻ ശ്രമം നടത്തും. 1 മാസം കൊണ്ട് നന്നായിട്ട് സംസാരിക്കുവാനുള്ള, ഇപ്പോൾ ഇന്ന് 1-ാം ദിവസമായിട്ട് പരിഗണിക്കാം. 1 മാസം കൊണ്ട് ഒരു 8 ക്ലാസ് കഴിയുമ്പോൾക്ക് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഉറച്ച ശബ്ദത്തോടു കൂടി സംസാരിക്കുവാനുള്ള കഴിവ് എനിക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് ഇവിടെ വെച്ച് പറയുവാനുള്ളത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ